എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാണിക്കുന്നത് വൈകുന്നേരത്തെ കുറച്ച് വീഡിയോ ആണ്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അത് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഉപകാരമല്ല, ഉപകരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ആയിട്ടുള്ള ഒരു വൈകുന്നേരത്തെ ഈവനിങ് ബ്ലോഗാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അശ്വിൻ കളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടികൾ കണ്ടു ഭയങ്കരമായിട്ട് ഒരു ഓടിക്കളിക്കുന്ന വേറൊന്നുമല്ല, ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ മണം അടിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മണം അടിച്ചിട്ട് ഭയങ്കരമായിട്ട് കരിയാണ് കേട്ടോ. അവർക്ക് ചിക്കൻ വേണം പറഞ്ഞിട്ട് അവർ ചിക്കനും മീനൊക്കെ വാങ്ങിയിട്ട് വന്നാൽ ഭയങ്കരമായിട്ട് കരച്ചിലായിരിക്കും. അതിന് ശേഷം പിന്നെ നമ്മൾ അതൊക്കെ അവർക്ക് കഴിക്കാൻ കൊടുക്കാറുണ്ട് കേട്ടോ. പച്ചയൊക്കെ കഴുകി വൃത്തിയാക്കി കൊടുക്കും. പിന്നെ കറി വെച്ചിട്ട് അവർക്ക് കൊടുക്കാവുന്നതാണെന്നല്ല കൊടുക്കും കേട്ടോ. അങ്ങനെ ഞാൻ എന്താ പറയുക, വേഗം തന്നെ മേലൊക്കെ കഴുകി വന്ന് അതിന് ശേഷം നമ്മൾ സാമ്പ്രാണി കത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ വൈകുന്നേരത്തിൽ സാമ്പ്രാണി കത്തിക്കുന്നതിൻ്റെ ഗുണം രണ്ടുണ്ട് കേട്ടോ. രണ്ട് ഗുണമുണ്ട്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാത്രിയല്ല വൈകുന്നേരം ഇതുപോലെ സാമ്പ്രാണിയൊക്കെ പോയിക്കുമ്പോൾ നല്ല ഒരു എന്താ പറയുക മണവും നല്ലൊരു പോസിറ്റീവായിരിക്കും ചെയ്യും. പിന്നെ അതുമാത്രമല്ല, കൊതു ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടർ സാമ്പ്രാണി അങ്ങോട്ട് പോയിക്കുകയാണെങ്കിൽ അത് പുകഞ്ഞ് തീരുമ്പോഴേക്കും തന്നെ നമ്മുടെ അവിടെയുള്ള കൊതു എല്ലാം പോകും കേട്ടോ. ഈ 6 മണി നേരത്ത് ഭയങ്കരമായിട്ട് കൊതുവിൻ്റെ ശല്യമാണ്. നമുക്ക് എവിടെ ഇരിക്കാൻ പറ്റില്ല. ഉള്ളിലൊക്കെ കൊതു ഭയങ്കരമായിട്ട് കടിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ആളൗട്ട് വെക്കുന്നതിനെക്കാട്ടിലും ഇതൊന്ന് പോയിക്കുകയാണെങ്കിൽ കൊതു എല്ലാം പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ. ആ പുക തീരുന്ന മുമ്പ് തന്നെ ആ പുക തീരുന്നതിന് മുമ്പ് തന്നെ കൊതുവെല്ലാം പോവുകയും ചെയ്യും. പിന്നെ കൊതുവിൻ്റെ ശല്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ 2 നേരം ഇതുപോലെ ഈ നമ്മുടെ സാമ്പ്രാണി കത്തിക്കുകയാണെങ്കിൽ നല്ലൊരു ഗുണമാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവായിരിക്കാനും പറ്റും, നമുക്ക് ഈ കൊതുവിൻ്റെ ശല്യം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഞാൻ 2 പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ട്, അത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളൊരു ഇടികല്ല് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ പഴയൊരു ഇടികല്ലുണ്ടായിരുന്നു, അത് എന്താ പറയുക സൈഡ് അങ്ങനെ പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പുതിയതൊന്ന് വാങ്ങാൻ വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. ഞാൻ കുറച്ചും കൂടെ വട്ടത്തിലുള്ളതാണ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ അങ്ങനത്തെ ഇല്ല, ഇതിനെ വെച്ച് കുറച്ച് വലിപ്പമുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ശരി എന്ന് പറഞ്ഞ് അത് വാങ്ങി. അപ്പോൾ ഇതിനെ വെച്ച് കുറച്ച് വലിപ്പം കൂടുതലാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ വാങ്ങിയിട്ടുള്ള ഇടികല്ല്. പിന്നെ ഞാൻ കുറേ ആയിട്ടാണ് ഒരു സാധനം കൂടെ വാങ്ങണം പറഞ്ഞിട്ട് കുറേ നാളായി വാങ്ങണം വിചാരിച്ചിട്ട് ഇപ്പോഴാണ് കേട്ടോ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു ചീനിച്ചട്ടിയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്, ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി. പല ചീനിച്ചട്ടികൾ നമ്മുടെ കയ്യിലുണ്ട്, ചെറുതും വലുതുമായിട്ട് കുറേ ചീനിച്ചട്ടികളൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി വാങ്ങണം പറഞ്ഞിട്ട് കുറേ നാളായി കേട്ടോ. അപ്പോൾ ഇതിലെന്താ പറയുക, കുക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് നമ്മുടെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കൂടുതലായിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചീനിച്ചട്ടി നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ഈ ചീനിച്ചട്ടിയിൽ ചെയ്യുന്നത്. അപ്പോൾ എന്താ പറഞ്ഞാൽ, ആദ്യം പറഞ്ഞു നമ്മൾ ഈ വാങ്ങിയിട്ടുള്ള ഈ ചീനിച്ചട്ടി വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തിളപ്പിക്കാൻ പറഞ്ഞു. അതിന് ശേഷം അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ നമ്മുടെ ചട്ടിക്ക് മയം വരാനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിറയെ വെള്ളം ഒഴിച്ച് നല്ലപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട്. 1 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെ ഇതിൽ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ ഒരു കളർ വ്യത്യാസമൊക്കെ വരുമല്ലോ, ഇന്നപോലെ കളർ വ്യത്യാസമൊക്കെ വന്നിട്ട് നല്ലപോലെ തന്നെ ഒരു 3-4 പ്രാവശ്യം അങ്ങോട്ട് തിളപ്പിച്ചെടുത്തു കേട്ടോ. നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ. എന്താ പറയുക, നമ്മൾ ആദ്യമായിട്ട് ഈ വെള്ളമൊക്കെ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ മൺചട്ടി പോലെ തന്നെ കേട്ടോ ഈ വെള്ളം ഇത് പെട്ടെന്ന് കുടിച്ചിട്ട് നമുക്കിതിങ്ങനെ കമ്മിയായി വരുന്നുണ്ട് കേട്ടോ. നമ്മളൊരു 3-4 തിളച്ചതും ഇത് ഓഫ് ചെയ്തിടുകയാണ് ചെയ്യാറുള്ളത്. നല്ലപോലെ തന്നെ തിളയ്ക്കണം കേട്ടോ. തിളച്ചതിന് ശേഷം ഇതൊന്ന് ഓഫ് ചെയ്തിടാൻ വേണ്ടിയാണ്. തിളയ്ക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് വ്യത്യാസമായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. നല്ലപോലെ തിളച്ചതിന് ശേഷം ഞാനിതൊന്ന് ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇത് എപ്പോഴാണോ തിളപ്പിക്കുന്നത് അതിന് ശേഷം ഒരു ദിവസം ഫുള്ളായിട്ട് അങ്ങനെ തന്നെ വെക്കാൻ പറയുന്നുണ്ട് കേട്ടോ. വെള്ളം വെച്ചപ്പോൾ കണ്ടു, നമ്മൾ ആ വരയുടെ അതുവരെ ആയിരുന്നു വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ വെള്ളം നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഫുള്ളായിട്ട് ഇത് എന്താ പറയുക ഇതുപോലെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. തലേ ദിവസം ഞാൻ തിളപ്പിച്ച് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം എടുത്തിട്ട് ഇതുപോലെ കഴുകി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ വിം ഒഴിച്ചു. ഞാനിതിപ്പോൾ നമ്മുടെ ഈ സ്ക്രബ്ബറും കൊണ്ടാണ് കേട്ടോ തേച്ചിരിക്കുന്നത്. സ്ക്രബ്ബർ ഇതിനെക്കാട്ടും നല്ല നമ്മൾ സ്പോഞ്ച് പോലത്തെ അതുകൊണ്ട് തേക്കണേ ഒന്നുകൂടെ നന്നായിരിക്കുന്നത്. ഞാൻ തേച്ചതിന് ശേഷമാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഇതുകൊണ്ട് തന്നെ തേച്ചെടുത്തു കേട്ടോ. അപ്പോൾ അമർത്താണ്ട തേച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും ചെറിയൊരു കളറ് വ്യത്യാസമൊക്കെ നമ്മുടെ ചട്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. നമ്മൾ ഈ സ്പോഞ്ച് പോലത്തെ അതുകൊണ്ട്
ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു കളർ വ്യത്യാസം വരില്ല കേട്ടോ. എന്താ പറയുക, അവിടെ ഒരു വെള്ള കളർ പോലെ, അതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ലപോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, അത് കണ്ടോ, ഈ കാണുന്ന വെള്ളയാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടോ, ഈ ഒരു കാണുന്ന വെള്ളയാണ്. അപ്പോൾ അത് കാരണം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് സ്ക്രബ്ബറിന് പകരം സ്പോഞ്ച് ഉപയോഗിച്ചതുപോലെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഞാൻ ഒരു തുണി, നല്ല തുണി എടുത്തൊന്ന് തുടച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വെള്ളത്തിൻ്റെ നനവ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് അടുപ്പി വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടു, നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അതൊന്ന് ഒരു കരിയൊക്കെ നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അടുപ്പി വെച്ച് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്തു. ആ വെള്ളം ഒന്ന് മാറി, അത്രയേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. കുറച്ചധികം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഒരു തുണി വെച്ച് നല്ലപോലെ തന്നെ നമ്മുടെ ചീനിച്ചട്ടിയുടെ സൈഡൊക്കെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ എല്ലാവിടെയും ഒന്ന് ആക്കി കൊടുക്കുക. എണ്ണ കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല, നല്ലപോലെ മയങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ അവർ ഇരുമ്പിച്ചട്ടി മയക്കിയിട്ടൊക്കെയാണ് തരാറുള്ളത്. അവർ തന്നെയാണ് കേട്ടോ നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ലാണ്ട് എനിക്കിതിനെപ്പറ്റി വലിയ അറിവുണ്ടായിരുന്നില്ല. ശരി, എങ്ങനെ വരും നോക്കട്ടെ വേണ്ടിയിട്ട് ഞാനും ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ എണ്ണ തുണി വെച്ച് എല്ലാവിടെയും നല്ലപോലെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിത് വെയിലത്ത് വെച്ചിട്ട് നല്ലോണം തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഞാൻ രാവിലെ ഒരു 10-11 മണിക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് വെയിലത്ത് വെച്ചാണ് കേട്ടോ. ഇനി ഇതിവിടെ നന്നായി ഇരുന്നിട്ട് ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. അപ്പോൾ വൈകുന്നേരം വെയിലൊക്കെ ആറി ഒരു 5 മണി ആയ സമയത്ത് നമ്മൾ പോയി എടുത്തതാണ്. അപ്പുണ്ട് ആ എണ്ണയെല്ലാം കുടിച്ച് കറക്റ്റായി വന്നിട്ടുണ്ട്. നമ്മളിതിന് മുന്നേ നമ്മുടെ കയ്യിൽ തൊട്ട് നോക്കുമ്പോൾ അതിലൊരു കരിയൊക്കെ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷേ ഇപ്പം നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് എണ്ണയൊക്കെ തേച്ച് മയപ്പെടുത്തിയപ്പോൾ ആ ഒരു കരിയൊന്നും നമ്മുടെ കയ്യിൽ വരുന്നില്ല അല്ലേ. അപ്പം ഞാൻ തൊട്ട് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ എണ്ണയല്ല, നമ്മുടെ ചീനിച്ചട്ടി മയക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലാണ് ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചീനിച്ചട്ടി പിന്നെ ഞാൻ തേച്ച് കഴുകിയതൊന്നുമില്ല കേട്ടോ, വെറുതെ ഒന്ന് കഴുകുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഒഴിച്ചിരിക്കുന്ന എണ്ണ പറഞ്ഞാൽ നല്ലെണ്ണയാണ് കേട്ടോ. നല്ലെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മളിത് മയക്കിയെടുത്തിരിക്കുന്നത്. നമ്മൾ മൺചട്ടിയൊക്കെ മയക്കിയെടുക്കില്ലേ, ഇന്ന പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചീനിച്ചട്ടി നന്നായിട്ടൊന്ന് കഴുകി എണ്ണ ഒഴിച്ച് നമ്മളിതൊന്ന് വറുത്തെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഉള്ളി നമ്മൾ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടെ ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴണ്ടി വരും കേട്ടോ നമ്മുടെ ഉള്ളിയൊക്കെ. അപ്പോൾ എന്നിട്ട് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് തിരുമ്പുകയാണെങ്കിൽ നല്ലപോലെ അത് വിടർന്ന് വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പുതിയ ചട്ടിയിലൊക്കെ നമ്മൾ ഇതുപോലെ എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഉള്ളി വതക്കിയെടുക്കുക ചെയ്യുമ്പോൾ ഒന്നുകൂടെ മയങ്ങി കിട്ടാൻ നല്ലതാണ് കേട്ടോ. ഉള്ളി നമ്മൾ വറുത്തെടുക്കുമ്പോഴും വതക്കിയെടുക്കുമ്പോഴും നമ്മുടെ ചട്ടി നല്ലപോലെ മയങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. വറുത്തിട്ടാണ് കേട്ടോ നമുക്ക് വേണ്ടിയിരുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1.5 കിലോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത്, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത്, ഒരു 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടി നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ 4 ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് നല്ല നൈസായിട്ട് എത്രത്തോളം അരിയുന്നോ അത്ര പെട്ടെന്ന് തന്നെ നമ്മുടെ ഉള്ളി വഴണ്ടി കിട്ടും കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ഉള്ളി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് എന്താ പറയുക, ഇതിന് ശേഷം ആവശ്യം വരും, അതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ വതക്കിയല്ല, നമ്മളിങ്ങനെ മാഗ്നേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറൊക്കെ വെക്കാം കേട്ടോ. ഇപ്പോൾ തന്നെ സമയം ഒരു 7-7:30 ആയി, വൈകുന്നേരം ആയതുകൊണ്ട് ഞാൻ പിന്നെ അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ തീരുമാനിച്ചു കേട്ടോ. ഇപ്പോൾ നമ്മൾ ഉള്ളി വറുത്തിട്ടുള്ള അതേ എണ്ണയിൽ തന്നെയാണ് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വേറെ എണ്ണ ഒന്നും ഇനി ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇരുമ്പിച്ചട്ടി ആകുമ്പോൾ എന്താ പറയുക, നമുക്ക് അധികം എണ്ണയുടെ ഉപയോഗം വരില്ല. നല്ലപോലെ തന്നെ നമ്മുടെ ചേർക്കുന്ന സാധനങ്ങൾ വഴണ്ടി വരാനും നല്ല ടേസ്റ്റായിരിക്കാനും ഉപകരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ ചേർത്തു. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കാണ്ട് നമ്മൾ ചിക്കൻ നല്ലപോലെ തന്നെ ആവി കയറ്റി വന്നതിന് ശേഷം നല്ലപോലെ ചിക്കനിൽ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അവിടെ കിടന്ന് നല്ലപോലെ തന്നെ വെന്ത് വരട്ടെ. ഇടയ്ക്ക് നമ്മളിത് ഓപ്പൺ ചെയ്തിട്ട് ഇതൊന്ന് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മൾ ഈ നോൺ സ്റ്റിക്ക് വാങ്ങുന്നതിനെക്കാട്ടിലും എത്രയും നല്ലതാണ് കേട്ടോ ഇതുപോലെ ഇരുമ്പ് ചട്ടിയൊക്കെ വാങ്ങുന്നത്. അതുപോലെ ഇൻഡാലിയത്തിൻ്റെ ചീൻചട്ടി, അതുപോലെ ഉരുളി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ, അതൊക്കെ നല്ലതാണ്. ഈ നോൺ സ്റ്റിക്കിൻ്റെ എന്ന് പറയുമ്പോൾ വര വീഴുന്ന സമയത്ത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അത് ചിലവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അസുഖങ്ങൾ വരാനൊക്കെ ആ ഒരു ചട്ടി ഭയങ്കരമായിട്ട് ഉപകരിക്കുന്നത്. അതുകൊണ്ട് അതിനെക്കാട്ടിൽ എത്രയും നല്ലതാണ് ഇതുപോലത്തെ ഇരുമ്പ് ചട്ടി, നമ്മുടെ ഇൻഡാലിയൻ ചീൻചട്ടികളൊക്കെ കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ തുറന്ന് നോക്കുമ്പോണ്ട് നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ കുറച്ച് എന്താ പറയുക കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
പിന്നെ വേറൊന്നും ചേർത്തിട്ടില്ല. എണ്ണ പിന്നെ നമ്മൾ ചേർത്തിട്ടേ ഇല്ല കേട്ടോ. നമ്മൾ ആദ്യം നമ്മുടെ ഉള്ളി വഴറ്റാൻ ഉപയോഗിച്ചിട്ടുള്ള അതേ എണ്ണയിൽ തന്നെയാണ് നമ്മുടെ ഈ ചിക്കൻ നമ്മൾ എന്താ പറയുക വരട്ടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ചെയ്തിരിക്കുന്നത് ചിക്കൻ ചുക്കയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ചുക്ക കൊണ്ടത് ഈ കാണുന്ന കറക്റ്റ് കളറാണ് കേട്ടോ. നമ്മുടെ ഫോണിൽ കറക്റ്റായിട്ടുള്ള കളറ് ശരിക്കും അറിയുന്നില്ല. ശരിക്കും നല്ല ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ള ഒരു നെയ്ച്ചോറ് കൂടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ നെയ്ച്ചോറ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറില്ല. എന്നിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ജോലികൾ പെട്ടെന്ന് തീർത്തെടുക്കാൻ പറ്റും. ഇനി ഞാൻ അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കിയ നെയ്യ് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ആവശ്യത്തിന് അതെല്ലാം ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ ഇരുമ്പ് ചട്ടിയുടെ ഗുണം പറയുമ്പോൾ ഇരുമ്പ് സെറ്റ് നന്നായിട്ട് കിട്ടാൻ ഇതുപോലെയുള്ള പാത്രങ്ങളിൽ നമ്മൾ കുക്ക് ചെയ്തിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെയുള്ള ചട്ടി വാങ്ങണം വിചാരിച്ചിട്ട് ഇപ്പോഴാണ് കേട്ടോ നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ അവിടെ പറയുമ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളേ ഇല്ല കേട്ടോ. ആപ്പത്തിൻ്റെ ചട്ടി മാത്രം നോൺ സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ എപ്പോഴെങ്കിലും ആപ്പം ഉണ്ടാക്കുമ്പോൾ അതെടുക്കും. ഇനി ഇതുപോലത്തെ ഒരു ഇരുമ്പ് ചട്ടി കൂടെ വാങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് മയക്കി എടുത്തിട്ട് വേണം നമുക്ക് ആപ്പം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. ഇരുമ്പ് ചട്ടിയിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുമ്പോൾ നല്ലോണം ഇരുമ്പ് സത്ത് കിട്ടുമെന്നും പറഞ്ഞിട്ട് നമ്മൾ പാകം ചെയ്ത് ഒരുപാട് നേരമൊന്നും നമ്മുടെ ചീനിച്ചട്ടിയിൽ ഈ ഐറ്റം വെക്കാൻ പാടില്ല കേട്ടോ. ഇരുമ്പിൻ്റെ അംശം കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ വയറിന് പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പാകം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരത്തിനുള്ളിൽ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയില്ലേ, ആ നേരം കൊണ്ട് തന്നെ ഇതെല്ലാം പാത്രത്തിൽ നിന്ന് മാറ്റേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അയൺ കൂടിക്കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ടിപ്സും വിശേഷങ്ങളും. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണല്ലോ എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും ഉണ്ടാകുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. രാവിലെ ആകുമ്പോൾ ഓരോരോ തിരക്ക് കാരണം ആർക്കും ചിലപ്പോൾ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സമയം കിട്ടിയെന്നൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.